10-15 വർഷങ്ങൾക്ക് മുൻപ് രണ്ട് കൈപ്പത്തികളും നഷ്ടപ്പെട്ടു. അതും ആ കൃഷിയിടത്തെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ്. അവിടേക്ക് ആരും തകർന്നു പോകുമായിരുന്നു. പക്ഷേ ശ്രീധരൻ കാണി എന്ന മനുഷ്യൻ തകർന്നില്ല. അദ്ദേഹം ശക്തനായി വളരെ മികച്ചൊരു കർഷകനായി തിരിച്ചു വന്നു. മണ്ണിൽ പൊന്നുവിളയിക്കുകയാണ്. തിരുവനന്തപുരം കോട്ടൂരിലെ ശ്രീധരൻ കാണി എന്ന് പരിചയപ്പെടാം. ശ്രീധരൻ കാണിക്ക് ഇതുപോലെ കൈയടിക്കാനാകില്ല. പക്ഷേ ശ്രീധരന്റെ ജീവിതം കാണുന്നവർക്ക് അദ്ദേഹത്തെ നോക്കി കൈയടിക്കാതിരിക്കാനും പറ്റില്ല. കൃഷിയിടത്തിൽ ശ്രീധരൻ അറിയാത്തതൊന്നും ഉണ്ടായിരുന്നില്ല. കോട്ടൂർ കൊമ്പിടിയിലെ മണ്ണിൽ പൊന്നു വിളയിക്കുമായിരുന്നു ഈ കർഷകൻ. പക്ഷേ 18 വർഷം മുൻപ് ശ്രീധരന്റെ കൈപ്പത്തികൾ മണ്ണിൽ ചിന്നിത്തെറിച്ചു വീണു. വിളയിൽ മൃഗത്തിന്റെ ശല്യമാണ്. പന്നി ഓടിക്കാൻ വേണ്ടി ഈ കെണിപ്പടക്കെന്ന് പറഞ്ഞ പടക്കം ഉണ്ടാക്കുന്ന സമയത്താണ് കൂട്ടിയത്. അന്ന് ഈ റബ്ബറൊക്കെ തൈയൊക്കെ ചെറിയ കുഞ്ഞു തൈകളായിരുന്നു, മരിച്ചിഞ്ഞ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം 18 വർഷമായി. രാവും പകലും വിയർപ്പൊഴുക്കിയ കൃഷിയിടം തരിശാകുന്നത് ശ്രീധരനെ സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അങ്ങനെയൊന്നും കൈവിട്ട് കളയാനുള്ളതല്ലല്ലോ ജീവിതം. ശ്രീധരന്റെ പരീക്ഷണപ്പുരയിൽ പണിയായുധങ്ങൾ തയ്യാറായി. പലപ്പോഴായി പരാജയപ്പെട്ടെങ്കിലും ആയുധങ്ങൾ ഒടുവിൽ വരുതിക്ക് നിന്നു. ശ്രീധരൻ വീണ്ടും കൃഷിക്കാരനായി. നീളമുള്ള പൈപ്പിൽ പിടിപ്പിച്ച ടാപ്പിംഗ് കത്തിയിൽ കൈക്കുഴ കയറ്റി പട്ട തെളിക്കും. കമ്പി വളച്ചുകെട്ടി ബലപ്പെടുത്തി തുണി ചുറ്റിയ ചെറുവളയങ്ങൾക്കുള്ളിൽ കൈപ്പത്തിയില്ലാത്ത ഇരു കൈകളും ഇറക്കും. പിക്കാസും മൺവെട്ടിയും കുന്താലിയും എടുത്ത് മണ്ണിലേക്കിറങ്ങും. രണ്ട് 3 വർഷം വെറുതെ ആയിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു. അതിനുശേഷം പിന്നെ ആരും ഒരു കാര്യം ചിന്തിച്ചതിന് ശേഷമാണ് ഈ കൃഷികൾ ഇങ്ങനെ ഓരോ നമ്മാട്ടികൾ ഉണ്ടാക്കിയിട്ട് ചെയ്യാമെന്നുള്ള ഇതായത്. ആദ്യം ഇതിന് കയ്യിന് നല്ല ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു, നല്ല വേദനയുണ്ടായിരുന്നു. പിന്നെ ഇപ്പം കൈ വേദനയൊന്നുമില്ല. സഹായത്തിന് ഭാര്യയും മക്കളും മരുമകനും. കൃഷിയിടത്തിൽ അധ്വാനിച്ച പണം കൊണ്ട് മകളെ വിവാഹം കഴിപ്പിച്ചു. വീട് പുതുക്കി പണിയുന്നു. തോൽക്കാൻ മനസ്സില്ലെന്ന് പ്രഖ്യാപിച്ചിറങ്ങിയ പോരാളിയാണ്. പ്രതിസന്ധികൾക്കൊപ്പം സഞ്ചരിച്ച് ജീവിത വിജയം നേടാൻ പഠിപ്പിക്കുന്നുണ്ട് ശ്രീധരൻ കാണി. സജികുമാറിനൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഹരി നമുക്കൊപ്പമുണ്ട്. ഹരി, നമ്മുടെ ഈ രണ്ട് കൈപ്പത്തികളല്ലേ, ഇതില്ലാതായാൽ ഒരു മനുഷ്യൻ തകർന്നു പോകുന്നതിൽ യാതൊരു സംശയമില്ല. എങ്ങനെ അതിനെ മറികടക്കാൻ കഴിയുമെന്ന് നമുക്ക് അത്ഭുതം തോന്നും. ഇപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു കർഷകനാകട്ടെ ആരുമാകട്ടെ, എന്തായാലും അതിശക്തമായി തിരിച്ചു വന്നു. ഇപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് നമ്മൾ ഈ റബ്ബർ വെട്ടാനൊക്കെ പഠിക്കുമ്പോൾ കറക്റ്റ് വളരെ കനം കുറഞ്ഞ് തൊലി എടുക്കുക എന്നത് വളരെ ശ്രമകരമായൊരു ജോലിയാണ്. രണ്ട് കൈ കൊണ്ട് കൈപ്പത്തി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആ ജോലി വരെ അദ്ദേഹം ഇപ്പോൾ അനായാസം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മനസ്സിൻ്റെ കരുത്ത്, തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹം അല്ലേ, എനിക്കുണ്ട്. കണ്ടു പഠിക്കണം ഇങ്ങനെയുള്ള മനുഷ്യരെ. ഉറപ്പായിട്ടും കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. അതായത് തീർച്ചയായിട്ടും ഞാൻ ഈ വാർത്ത അറിഞ്ഞപ്പോഴേ, ശ്രീധരൻ കാണിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ ഒരു മൊബൈൽ നമ്പർ കിട്ടി അദ്ദേഹത്തിൻ്റെ. ഞാൻ ആ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്ത് സംസാരിച്ചു. പക്ഷേ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ സംസാരിച്ച് ഫോൺ വച്ചതിന് ശേഷം ഞാൻ ആലോചിച്ചത് ഈ രണ്ട് കൈപ്പത്തിയില്ല. അപ്പം പുള്ളി എങ്ങനെയായിരിക്കും ഫോൺ എടുത്തത് എന്ന് ഞാൻ ആലോചിച്ചു. ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ ഈ വാർത്ത എടുക്കാൻ വേണ്ടി അങ്ങ് കോട്ടൂർ പോകുന്നത്. കുറച്ച് ദൂരമാണ്. കോട്ടൂർ ചെന്നിട്ട് പിന്നെ കുറച്ച് ഓഫ് റോഡാണ്, 12 അങ്ങ് സെറ്റിൽമെൻറ്റ് ഏരിയയിലേക്ക് കയറി പോകണം വനത്തിനകത്ത്. അപ്പോൾ അവിടെ ചെന്നപ്പം ഈ വിഷ്വലിൽ പുള്ളി ഷർട്ടിൻ്റെ ഒരു ടാഗ് ഇട്ടേക്കണത് ദിവിഷേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ നീല കളറിൽ. ആ ടാഗ് പുള്ളി ഫോണ് അതിൽ തൂക്കിയിട്ടിരിക്കുന്നതാണ്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ഫോൺ ഉണ്ടായിരുന്നു. അത് പുള്ളി ഒരു കീപാഡ് ഫോണാണ്. അത് കോൾ വരുമ്പോൾ അതെടുത്ത് ഈ കൈ കൊണ്ട് തന്നെയാണ് എടുക്കണം. കൈപ്പത്തിയുടെ ആവശ്യമില്ല, അല്ലാതെ തന്നെയാണ് പുള്ളി എടുക്കുന്നത്. അങ്ങനെ വെച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. പിന്നെ ഇതിൽ കാണാൻ പറ്റാത്ത 1-2 കാര്യങ്ങൾ കൂടി പുള്ളി അധികം ചെയ്യുന്നുണ്ട്. അതായത് പുള്ളി തെങ്ങിൽ കയറും. ഈ കൈപ്പത്തി ഇല്ലാതെ തന്നെ ഈ കൈ ഉപയോഗിച്ച് തെങ്ങിൽ കയറുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ചെന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് മുട്ടുവേദനയാണ്, അതുകൊണ്ട് കയറാൻ പറ്റില്ല, കുറച്ച് നാളുകൊണ്ട് കയറുന്നില്ല എന്ന് പറഞ്ഞു. ഇതല്ലാതെ കിണറ്റിൽ നിന്ന് വെള്ളം കോരും.
വെള്ളം കോരുന്നത് ആ സമയത്ത് കിണറ്റിൽ തൊട്ടിയും കയറും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കത് കാണിച്ചു തന്നെ പുള്ളി വെള്ളം കോരുന്നത്, അത് നമുക്ക് കാണിക്കാനും പറ്റുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി ശ്രീധരൻ കാണി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, അങ്ങ് എത്തിപ്പെടാനുള്ളൊക്കെ ബുദ്ധിമുട്ട് പലപ്പോഴും ഇപ്പോഴും ആ ഏരിയയിലൊക്കെ ഉണ്ട്. അത് ഞാൻ മനസ്സിലായ വേറൊരു കാര്യം, പുള്ളി ഒരു സങ്കടത്തോടെ പറഞ്ഞത്, ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുമ്പോൾ പുള്ളിക്ക് അപ്പം തന്നെ കൈപ്പത്തി രണ്ടും ചിതറിത്തെറിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹത്തെ അവിടെ ഉള്ളവരൊക്കെ എടുത്തുകൊണ്ട് കുറേ, എനിക്ക് തോന്നുന്നു ഒരു 2-3 കിലോമീറ്ററെങ്കിലും നടന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അത്രയും ദൂരം പോയിട്ടാണ് അവിടുന്ന് ആശുപത്രിയിലേക്ക് എത്തിയത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്നുണ്ട്. പക്ഷേ എന്തു പറഞ്ഞാലും ശരി തന്നെ ഈ പരിമിതികളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പരിമിതികളിൽ തന്നെ അതിൻ്റെ പരമാവധിയിലാണ് ഈ 2 കൈപ്പത്തി ഇല്ലാത്ത ഒരു മനുഷ്യൻ കൃഷി ചെയ്യുന്നത്. അപ്പോൾ കണ്ടു പഠിക്കേണ്ട ഒരു പാഠപുസ്തകമാണ് ശ്രീധരൻ കാണി. ശരിയാണ്. എന്തായാലും ഈ ഒരു ആദ്യം 3 വർഷം വെറുതെ ഇരുന്നു അല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല, കൈക്കൊക്കെ വേദന ഉണ്ടായിരുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യും. അത് അദ്ദേഹത്തിന് അനുയോജ്യമായ രീതിയിൽ ആയുധങ്ങളെ പോലും രൂപമാറ്റം വരുത്തി മുന്നോട്ട് പോകുന്നുവെന്നാണ്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെ താമസിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ ഒരുപാട് പേർക്ക് കണ്ടുപഠിക്കാനുള്ള ഒരു ജീവിതമാണ് ശ്രീധരൻ കാണി നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. ശരി ഹരി.